കല്യാണത്തിന് ഞാനല്ല അടി ഉണ്ടാക്കിയത്. ഞാൻ ആ സദേലത്തിലോട്ട് ചെന്നപ്പം ഒരു തരുന്ന ഇല വൃത്തിയാക്കണം. തൊട കൊള്ളൂല. ഇല വൃത്തിയാക്കുന്നതുകൊണ്ട് തൊട നോക്കിയില്ല. അവൻ തുടക്കുന്നത് ശരിയല്ല. ഞാൻ പോവുക. നോക്കിക്കേ, ആ കുളിമുറിയുടെ പുറകിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. മുതുകാല നിനക്ക് എത്ര നിന്റെ അച്ഛനല്ലേ ഇത്? അണ്ണന് അച്ഛനെ അണ്ണാന്നാടാ. മാമനെ നീ മച്ചമ്മന്ന് വിളിക്കോടാ. എന്റെ സ്വന്തം അമ്മ, എന്റെ അണ്ണ പൊന്നു ചാച്ചി, എന്റെ സ്വന്തം മോനാണ്. അതെ ശരി, ഇത്രയും പരിപാടി ഇവിടെ നടന്നിട്ട് സാധനം കൊണ്ട് ഇവിടെ നിർത്തിയേക്കുക. ഇതൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കാം. ഈ റബ്ബർ വെട്ടുകാരെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഇതുപോലെ ഒരു പെണ്ണിനാ? റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കാൻ പോയപ്പോ ചിരട്ടയിലിരുന്ന് മാമന്റെ കാര്യം നോക്കി വെറുതെ പറയുന്നത് സത്യമാണോ? നോക്കിക്കേ ചേച്ചി, ഇതിലെ പ്രകാശേട്ടനുണ്ട്. അവിടെ കയറി അങ്ങ് പുറത്ത് കിടക്കുവാണോ? മീനല്ല മേടിച്ചോണ്ട് വന്ന കറി വെച്ച് തരാം. പേര് ശശിധരൻ പിള്ള, നിന്റെ പേര് ഗൗതം ശശി, എന്റേത് പകുതി, നിന്റേത് പകുതി വെച്ചിട്ട് പച്ച അല്ലെന്നാടാ. തലവേദന മാറ്റിയത് ഇതീസല്ലേ? താങ്കൾക്ക് ഒരു തലവേദന വന്നാൽ ഞാൻ തലയിലൊരുമ്പ വരും. അപ്പൊ എനിക്ക് നെഞ്ചൊരുമ്പ വരും. മന്ത്രാദി എന്താ ആലോചിക്കണത്? ഇത്തിരി പൈൽസ് ഉണ്ടായിരുന്നു നിന്റെ അടുത്ത്, എങ്ങനെ പറയുന്നത്? ഒരു അടിയാടുന്ന സമയത്ത് അച്ഛ ഓടി പായസത്തിൽ ചാടിയപ്പം പാചകക്കാരൻ കണ്ടോണ്ടെന്നിട്ട് പറയുള്ളൂ, പോകോ ആണ്ട പൊട്ടിയിലെന്ന് പറഞ്ഞ് ചട്ടുകൊടുത്ത് അച്ഛന്റെ ചന്തിയിൽ കുത്തും കൊണ്ടിട്ട്. അയ്യോ, ഇത് ഫ്ലൂട്ട് അല്ലേ? ഫ്ലോട്ടോ അല്ല, താങ്കളോ പറഞ്ഞ റോട്ടിക്കടെ ഫ്ലൂട്ട് പോകും. റോഡിൽ കൂടെ ഫ്ലോട്ട് പോകുന്നല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിക്കും. മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയാം. കണക്കാണെങ്കിലോ ഒന്ന് രണ്ട് പറഞ്ഞിരുന്നാൽ മതി, കുട്ടികളല്ലേ? ഈ ശരീരത്തെങ്ങാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഇതെന്തോടാ ഇരിക്കുന്നേ? ഇതെന്തോ അത് തന്നെ ഇതും. വല്യച്ഛൻ അരഞ്ഞാണത്തിന്റെ തുമ്പറ്റത്ത് കെട്ടിയിട്ടതാണ് എന്റെ ഈ ചിങ്കിണി. ആ ചിങ്കിണി അരഞ്ഞാണത്തിന്റെ തുമ്പറ്റത്ത് ചിങ്കിണി. ചന്ത കൊലവിളി കഴിഞ്ഞു എന്തോ കാണാൻ നിൽക്കുവാണ്, ഇറങ്ങിപ്പോ. പട്ടി സ്റ്റാമ്പിന് പൈസ ഇല്ല, സ്റ്റാമ്പും ഇല്ല. സ്റ്റാമ്പ് ഉണ്ടോ? സ്റ്റാമ്പ് സ്റ്റാമ്പേ ഉള്ളൂ. ഗേറ്റിന്റെ അവിടെ തൊട്ട് മുതലാളിയുടെ വീടിന്റെ നടക്ക വരെ ഞാൻ ആന്തൂറിയാൻ വെക്കും. മുതലാളി ഞാൻ തല്ലിയോടി. ഇവിടെ വിലക്കകത്ത് 4 കക്കൂസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ തെണ്ടിത്തറ എന്റെ വീടിന്റെ മുന്നിൽ കാണിച്ചാൽ ഞാൻ മുതലാളി ആന്തൂറിയം ഫ്ലവേഴ്സ്. ഒട്ടകത്തിന്റെ കൂട്ടിനകത്ത് അറബിയെന്ന് കേട്ടിട്ട് പറഞ്ഞ് ഒട്ടകത്തെ പരിപാലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകത്തെ കാണുന്നത്. ഞാൻ വീട്ടിൽ നമ്മൾ വന്നിട്ട് ഒട്ടകം ചുക്കാത്തി തലും ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചിട്ട് തിരുമ്മി അതിന്റെ പുറത്തെ മുഴയാണെങ്കിൽ ഞാൻ ആടിത്തങ്ങ് പരത്തി. ചുമ്മാ കൈ നിട്ട് പോയി ഓടി വന്നോ? പൊക്ക വെറുതെ വിളിച്ചാ അല്ല. പിന്നെ നല്ല സ്റ്റഫുള്ള നടനാണെന്ന് പറഞ്ഞു. അതിനെക്കാട്ടി ഫുൾ സ്റ്റഫായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. ആളിനെ മനസ്സിലായോ? സ്റ്റഫാ. ഇവിടെ കൂടിയ സകല ബന്ധുക്കളും പറഞ്ഞു ഇവരെ കുഴിച്ചിടണം. മെമ്പർ വരെ പറഞ്ഞു കുഴിച്ചിടണം. ചന്ദ്രനാണ് പറഞ്ഞത് കുഴിച്ചിടരുത്. കുഴിച്ചിട്ടാൽ ഇവൻ കിളിച്ചു വരും. എന്റെ വീടിന്റെ മുകളിലൂടെയാണ് കാറ്, ജീപ്പ്, ലോറിയൊക്കെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാലത്തിന് കീഴിൽ കുടിൽ കെട്ടിക്കാന്ന് ബിജു ഇതാ ജാടയാ പറയുന്നത്. ജാടയോ? ടൈ കെട്ടാൻ. ടൈ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം.
വെരി ഗുഡ്. ചില ആപത്തുകൾ വരുമ്പോൾ അതൊക്കെ വേറെ പെടും. പറയൂ ഒന്ന്. ജലദോഷമൊക്കെ വരുമ്പോൾ ചുമ്മാ തൗലില്ലല്ലോ അങ്ങനെ മൂക്ക് ഉടയ്ക്കണം.